ഇതെന്താ? ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ സ്കൂളിൽ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവര് ഞങ്ങളോട് കുറേ കഥകളും കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങൾ എന്തോരം പ്രഷ്യസ് ആണെന്നും ലഹരി പദാർത്ഥ ദുരുപയോഗം എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബ്രെയിനിനെ എഫക്ട് ചെയ്യുമെന്നും പറഞ്ഞു ഞാൻ. അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ എല്ലാവരും അവർക്ക് പറഞ്ഞു, കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇടയിൽ ലഹരി പദാർത്ഥത്തിന്റെ ദുരുപയോഗം തടയുന്നതിനും മയക്കുമരുന്നിനോടും മറ്റ് ലഹരി പദാർത്ഥങ്ങളോടും വേണ്ട പറയാൻ കുട്ടികളെ എംപവർ ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വേണ്ട. പ്രോജക്റ്റ് വേണ്ടയുടെ യൂത്ത് ഫെസിലിറ്റേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഈ സെഷനിൽ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള അവയർനെസ് നടത്തുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളോട് വേണ്ട പറയാനും അവരുടെ ജീവിതത്തിൽ ഹെൽത്തി ആൻഡ് റെസ്പോൺസിബിൾ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതിന് ഈ സെഷൻസ് കുട്ടികളെ സഹായിക്കും. സ്കൂൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന SCP UNODCയുടെ മികച്ച പരിശീലന മാതൃകയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സയൻസ്, ലൈഫ് സ്കിൽ എന്നിവയുടെ ബേസിൽ നടത്തുന്ന ഒരു ബോധവൽക്കരണ മോഡലാണ് ഇത്. പ്രോജക്റ്റ് വേണ്ട 11 മുതൽ 22 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ അഡിക്റ്റഡ് ആവാനും ഇങ്ങനത്തെ അപകട സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ആൻഡ് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു അഡിക്ഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. ആൻഡ് കുട്ടികളുടെ കൂടെ പ്രവർത്തിക്കുന്നതിനുള്ള വിദഗ്ധ പരിശീലനം നേടിയ ആൾക്കാരാണ് പ്രോജക്റ്റ് വേണ്ടിയുടെ കാറ്റലിസ്റ്റുകളായിട്ട് സ്കൂളുകളിൽ എത്തുന്നത്. യുവജനങ്ങളോട് സംസാരിക്കുന്ന യുവജനങ്ങൾ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളാണ് ഈ അവയർനെസ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. യുവജനങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അവരുമായി കണക്റ്റ് ആവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു ഇച്ചിരി കൂടെ ഓപ്പൺലി വരുന്ന ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനോ ഒരു മുതിർന്ന ഒരാളോ സംസാരിക്കുന്ന ഒരു സുഹൃത്ത് വന്നു നിന്ന് സംസാരിക്കുന്ന പോലെയാണ് പലപ്പോഴും ഈ സെഷൻസിൽ കുട്ടികൾക്ക് ഫീൽ ചെയ്യുക. പ്രോജക്റ്റ് വേണ്ട കുട്ടികളുടെ മുമ്പിൽ ഒരു സൈൻ ബോർഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഭാവി എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ ആരോഗ്യകരമായ തീരുമാനങ്ങൾ അവരുടെ ലൈഫിൽ എടുക്കുന്നതിന് ഈ സെഷൻസ് കുട്ടികളെ സഹായിക്കുന്നു.